ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് മെയിൻ ഫോക്കസ് കൊടുത്ത് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും ഏത് PSCക്ക് ആണെങ്കിലും നമുക്ക് 5th സ്റ്റാൻഡേർഡ് മുതൽ അതുപോലെ തന്നെ ഇതുവരെ 10th വരെയുള്ള 5th മുതൽ 10th വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ 5th സ്റ്റാൻഡേർഡിന്റെ SCRT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് സോഷ്യൽ സയൻസിന്റെ ഭാഗത്തുനിന്നും സയൻസിന്റെ ഭാഗത്തുനിന്നുള്ള SCRT ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ പാഠപുസ്തകങ്ങളിലുള്ള ആ ഭാഗം നിങ്ങൾ പഠിച്ചിട്ട് ആ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ചെയ്തു നോക്കിയിട്ടുണ്ട്, എത്രത്തോളം എഫക്റ്റീവ് ആയി അത് എന്ന് നിങ്ങൾക്ക് തന്നെയാണ് അറിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ആ ടെക്സ്റ്റ് ബുക്കുകളുടെ വേർഡ് ബൈ വേർഡ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ ഒരു SCRT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആക്കിയ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലേക്ക് കടക്കുകയാണ്. കാരണം 6th സ്റ്റാൻഡേർഡ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് കൂടും തോറും നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഡെപ്ത് കൂടും, എണ്ണം കൂടും, പാറ്റേണിൽ മാറ്റം വരും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് SCRT ടെക്സ്റ്റ് ബുക്ക് ആണ്. 6th സ്റ്റാൻഡേർഡ് SCRT സോഷ്യൽ സയൻസ് SS-ന്റെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അത് പഠിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് യമുന? ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണോ യമുന? ഗംഗാ നദിയുടെ പോഷക നദിയാണ് എന്ത്? യമുന, അല്ലെ? അപ്പൊ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരായിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യമുന നദിയുടെ തീരത്ത്, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം. ഓപ്ഷൻസിലേക്ക് പോവാണ്. ദില്ലി, ലഡാക്ക്, ഋഷികേശ്, ബദ്രിനാഥ്. ഏതാണ് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം? ഒരു കൺഫ്യൂഷനും വേണ്ട, ദില്ലിയാണ് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ ദില്ലിയെ സഹായിച്ച പർവ്വതനിരകൾ ഏതാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് ദില്ലിയെ സഹായിച്ച പർവ്വതനിര? അതായത് ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി ദില്ലിയെ സഹായിച്ച പർവ്വതനിര. ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹിമാലയം, സത്പുര, കാരക്കോറം, ആര്യവല്ലി. ഏതാണ്? ആര്യവല്ലി നിരകളാണ് ദില്ലിയെ സഹായിച്ചത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ദില്ലി ആദ്യമായി അധികാര കേന്ദ്രമായത് ഏത് നൂറ്റാണ്ടിലായിരുന്നു? അതായത് ദില്ലി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായിട്ട് വന്ന, ക്യാപിറ്റൽ ആയിട്ട് വന്നത് ഏത് നൂറ്റാണ്ട് മുതലായിരുന്നു എന്ന് ചോദിക്കുന്നു. 7ാം നൂറ്റാണ്ട്, 8ാം നൂറ്റാണ്ട്, 9ാം നൂറ്റാണ്ട്, 10ാം നൂറ്റാണ്ട് എന്നൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചവർക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. 8ാം നൂറ്റാണ്ട് മുതലാണ് ദില്ലി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായിട്ട് മാറിയത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, യമുന നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നുമാണ്. സെക്കൻഡ് ഓപ്ഷൻ, ദില്ലി സ്ഥിതി ചെയ്യുന്നത് സിന്ധു ബ്രഹ്മപുത്ര സമതലത്തിലാണ്. തേർഡ് ഓപ്ഷൻ, AD 8ാം നൂറ്റാണ്ടിൽ ദില്ലി ദില്ലിക എന്നാണ് അറിയപ്പെട്ടത്. AD 8ാം നൂറ്റാണ്ടിൽ ദില്ലി ദില്ലിക എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതിൽ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ A ശരിയാണ്, അതുപോലെ തന്നെ ഓപ്ഷൻ മൂന്നാമത്തതും ശരിയാണ്. അപ്പൊ ഉത്തരം വരുന്നത് D ആണ്. 1ഉം 3ഉം ശരി എന്നുള്ള ഉത്തരത്തിലാണ് നമ്മൾ എത്താം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ആണ്, ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന, ഡിവൈഡ് തെറ്റ്. അപ്പൊ നമുക്ക് അതായത് മാറിപ്പോവാൻ പാടില്ല തെറ്റും ശരിയും തമ്മിൽ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ തെറ്റായതാണെങ്കിൽ തെറ്റായ പ്രസ്താവനയുടെ താഴെ അടിവരയിടാം. ഓക്കെ, ഒന്നാമത്തേല് തന്നിട്ടുള്ള ചൗഹാൻ രാജവംശത്തിലെ ആദ്യ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ എന്നിവർ സൈദ് വംശ ഭരണാധികാരികളായിരുന്നു. തന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഇൽത്തുമിഷ് ആയിരുന്നു. തങ്ക, ജിതൽ എന്നിവ, ജിറ്റാൽ എന്ത് വേണമെങ്കിൽ പറയാം, ഇൽത്തുമിഷ് അവതരിപ്പിച്ച നാണയങ്ങളായിരുന്നു. തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 6ാമത്തെ ക്വസ്റ്റ്യനിൽ തെറ്റായിട്ട് വരുന്നത്? 1 തെറ്റാണ്. ചൗഹാൻ രാജവംശത്തിലെ ആദ്യ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അത് തെറ്റാണ് അല്ലെ? എത്രാമത്തെ രാജാവായിരുന്നു?
നെക്സ്റ്റ് അതേപോലെ രണ്ടാമത്തെയും തെറ്റാണ്. കുത്തുബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ എന്നിവർ സൈദ് വംശ ഭരണാധികാരികളായിരുന്നില്ല. അവർ ഏത് വംശത്തിലായിരുന്നു? അടിമവംശമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് രണ്ടും തെറ്റാണ്. ബാക്കിയുള്ള രണ്ടെണ്ണം ശരിയാണ്. അതായത് 3ഉം 4ഉം ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ വരേണ്ടത്? തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1ഉം 2ഉം തെറ്റാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേല് നോക്കൂ. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. ഗിൽജി ഭരണാധികാരികളിൽ ഏറ്റവും പ്രമുഖൻ അലാവുദ്ദീൻ ഗിൽജി ആയിരുന്നു. തലസ്ഥാനം ദില്ലിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി ദൗലത്ത് ആബാദ് എന്ന് പുനർനാമകരണം ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1, 2, 3, 4 എല്ലാം ശരിയാണ്. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. ഗിൽജി ഭരണാധികാരികളിൽ ഏറ്റവും പ്രമുഖൻ അലാവുദ്ദീൻ ഗിൽജി ആയിരുന്നു. തലസ്ഥാനം ദില്ലിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ വന്ന് ചെയ്യാം. ഓക്കെ, ഇത് എല്ലാവർക്കും ഒരേപോലെ ഉപകാരമായിരിക്കും. LGS ആണെങ്കിലും LDC ആണെങ്കിലും UPSA ആണെങ്കിലും LPSA ആണെങ്കിലും ഡിഗ്രി ലെവലാണ് ഏത് കേരള PSC എഴുതുന്ന ആളുകൾക്കും ഒരുപോലെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ആരെ തുടർന്നാണ് ബാൽബൻ അധികാരത്തിൽ വന്നത്? കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ സുൽത്താന ഇവരാരുമല്ല. ആരെ തുടർന്നാണ്? ഇൽത്തുമിഷിനെ തുടർന്നാണ് ബാൽബൻ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, അബുൽ ഫസൽ രചിച്ച ഗ്രന്ഥം ഏതാണ്? ബാബർനാമ, അക്ബർനാമ, ഹുമയൂൺ നാമ ഇവയൊന്നുമല്ല. ഏതാണ് അബുൽ ഫസൽ രചിച്ച ഗ്രന്ഥം? അക്ബർനാമയാണ് അബുൽ ഫസൽ രചിച്ച ഗ്രന്ഥം. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വരയ്ക്കുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മുഗൾ സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരി ഔറംഗസേബ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് CE 15ാം നൂറ്റാണ്ടിൽ ഹരിഹരൻ ബുക്കൻ എന്നിവരായിരുന്നു. അലാവുദ്ദീൻ ഹസൻ ബഹുമാൻ ഷാ ആയിരുന്നു ബാമിനി സാമ്രാജ്യം സ്ഥാപിച്ചത്. മറാത്ത സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ദേവഗിരി ആയിരുന്നു. അതായത് നമ്മൾ പഠിച്ച ഒരുപാട് ഫാക്ട്സുകൾ കൂട്ടിച്ചേർത്ത് ഒരുപാട് ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലൂടെയും നമ്മൾ കടന്നുപോയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉത്തരത്തിൽ എത്താൻ പറ്റുള്ളൂ. എന്താണ് ഇതിന്റെ ഉത്തരം വരുന്നത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന ഭരണാധികാരി ഔറംഗസേബ് ആയിരുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട CE 15ാം നൂറ്റാണ്ടിൽ ഹരിഹരൻ ബുക്ക, അത് തെറ്റാണ്. അലാവുദ്ദീൻ ഹസൻ ബഹുമാൻ ഷാ ആയിരുന്നു ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ. ശരിയാണ്. മറാത്ത സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ദേവഗിരി ആയിരുന്നു. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം. മധ്യകാല ഇന്ത്യയിൽ ആളുകളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കന്നുകാലി വളർത്തല്, മത്സ്യബന്ധനം, പട്ടുനൂൽ വ്യവസായം, കൃഷി. ഏതാണ് മധ്യകാല ഇന്ത്യയിലെ ആളുകളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്? കൃഷിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്, കൃഷി. നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം നോക്കൂ. മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായ തന്നെയാണ്, വീണ്ടും കണ്ടെത്താൻ പറഞ്ഞുള്ള. പരുത്തി പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിളകൾ. നെക്സ്റ്റ്, നെയ്ത്തിന്റെയും കച്ചവടത്തിന്റെയും വ്യാപനം നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ചു. തേർഡ് വൺ, മധ്യകാല ഇന്ത്യയിലെ കാർഷിക പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നു. ഫോർത്ത് വൺ, മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ദില്ലിഗയായിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായത്? ഒന്നാമത്തെ ശരിയാണ്. പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിളകൾ. ശരിയാണ്. രണ്ടോ, നെയ്ത്തിന്റെയും കച്ചവടത്തിന്റെയും വ്യാപനം നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ചു. ശരിയാണ്. തേർഡ് വൺ, മധ്യകാല ഇന്ത്യയിലെ കാർഷിക പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നു. ഫോർത്ത് വൺ, മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ദില്ലിഗയായിരുന്നു. അത് തെറ്റാണ്. അപ്പൊ അത് ഏതാണെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട സഞ്ചാരി? ഇബ്നു ബത്തൂത്ത, റാൽഫ് ഫിച്ച്, നിക്കോളോ കോണ്ടി ഇവരാരുമല്ല. ആരാണ് അഭിപ്രായപ്പെട്ടത് അങ്ങനെ? ഇബ്നു ബത്തൂത്തയാണ് എന്ത് അഭിപ്രായപ്പെട്ടത്? വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ. 14, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ സ്പീഡിൽ പോവാണ്. അപ്പൊ നിങ്ങൾ വായിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കണ്ടെത്തുക, അങ്ങനെ തന്നെ ആ പാറ്റേണിലൂടെ തന്നെ പോവാട്ടോ.
അതായത് നമ്മൾ പഠിച്ച് റിവിഷൻ ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. സെക്കൻഡ് വൺ, മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു ഖർഖാനകൾ. ഓക്കെ, സുൽത്താനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയറോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇയാളുടെ പേരിൽ എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ വായിച്ച ആളുകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചാപ്റ്റർ ഇപ്പൊ കംപ്ലീറ്റ് ആയ ആളുകൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ശരിയായത് വരുന്നത്? ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങൾ ഖർഖാനകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തേർഡ് ഓപ്ഷൻ ശരിയാണ്. സുൽത്താനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. നെക്സ്റ്റ്, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യൻ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ എന്നാണ്. ഞാൻ എന്തെങ്കിലും ഫസ്റ്റത്തെ ലെറ്ററിന് എന്തോ മാറ്റേണ്ട തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതിന്റെ ഉത്തരം എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഒന്നാമത്തെ തെറ്റാണ് കേട്ടോ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. നിക്കോളോ കോണ്ടി ഇംഗ്ലീഷ് അല്ല മൊറോക്കൻ സഞ്ചാരിയായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഉത്തരങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിന്റെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടല്ലോ, വായിച്ചിട്ടാണല്ലോ ഇത് ചെയ്യേണ്ടത്. ഒരു റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് കേട്ടോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ മധ്യകാല ഇന്ത്യയിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ആഗ്ര, ലാഹോർ, കാഞ്ചി, ദില്ലി. ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ മധ്യകാല ഇന്ത്യയിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ? ഇവയെല്ലാം മധ്യകാല ഇന്ത്യയിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. ആഗ്ര, ലാഹോർ, കാഞ്ചി, ദില്ലി. ക്ലിയർ? നെക്സ്റ്റ് 16, ഭാസ്കരാചാര്യ എഴുതിയ ഗണിതശാസ്ത്രത്തിലെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? ഭാസ്കരാചാര്യ, ലീലാവതി, കാൽക്കുലസ്, ഗണിതശാസ്ത്ര ചിന്തകൾ. ഏതാണ് അതിന്റെ ഉത്തരം വരുന്നത്? ലീലാവതിയാണ് കേട്ടോ. ഭാസ്കരാചാര്യ എന്ന് കേട്ടിട്ട് ഇതാണ് അതിന്റെ ഓപ്ഷൻ. എ ആണ് ഓപ്ഷൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഭാസ്കരാചാര്യ എഴുതിയ ഗണിതശാസ്ത്രത്തിലെ പ്രശസ്തമായ പുസ്തകം ലീലാവതിയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള അരി എത്തുന്നത്? ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ, സീമാന്ധ്ര. ഇവയൊന്നുമല്ല. എവിടെ നിന്നൊക്കെയാണ് എത്തുന്നത് കേരളത്തിലേക്ക്? ഒഡീഷ, സീമാന്ധ്ര. ഇവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ള അരി എത്തുന്നത്. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. ഏതെല്ലാമാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ? ഇവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട എക്കൽ മണ്ണുണ്ട്, ലാറ്ററൈറ്റ് ഉണ്ട്, വനമണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്. ഓക്കെ, ക്ലിയർ. 19ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായവ കണ്ടെത്തുക. ഓക്കെ, തെറ്റായതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് തന്നുള്ള കേരളത്തിൽ 44 നദികളുണ്ട് അല്ലെ? കേരളത്തിൽ 44 നദികളുണ്ട്. ശരിയല്ലേ? ശരിയാണ്. തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം 24 കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ് എന്നിവയാണ്. ഏതാണ് തെറ്റ്? തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം 24 എന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ശരിയായ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാലോ, പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം കൂടി ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഏലം, തേയില എന്നീ വിളകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഏലം, തേയില എന്നീ വിളകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ വരുന്നത്? 1, 2, 3 എന്നിവ ശരിയാണ്. ഓക്കെ, 1, 2, 3 എന്നിവ ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, എല്ലാം ശരിയാണ് അല്ലെ? ജോൺ ജോസഫ് മർഫി ആരാണ്? ജോൺ ജോസഫ് മർഫി കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്, ഇന്ത്യയിലെ ഏലം കൃഷിയുടെ പിതാവ്, ഇന്ത്യയിലെ തേയില കൃഷിയുടെ പിതാവ്. ഇവയൊന്നുമല്ല. ആരാണ് ജോൺ ജോസഫ് മർഫി? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്,
കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇവയെല്ലാം. ഏതാണ് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ളത്? കേരളത്തിലെ ഇടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണുന്നത്. ഓക്കെ. 23. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്. ഏതാണ് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം? എക്കൽ മണ്ണാണ്. ഓക്കെ. അടുത്തത് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്, ഉപ്പുരസമുള്ള ചെമ്മണ്ണ്, വനമണ്ണ്, ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്നാണ് തെങ്ങു കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനത്തിന്റെ ഉത്തരം. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഏതു തരത്തിലുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്? വെള്ളമില്ലാതെ കൃഷി ചെയ്യുന്ന രീതി, വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതി, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി, വായുവില്ലാതെ കൃഷി ചെയ്യും. വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പൊ അത് ഉത്തരാണ്. അതേപോലെ മണ്ണില്ലാതെ കൃഷി ചെയ്യുക, വെള്ളത്തിൽ കൃഷി ചെയ്യുമ്പോൾ മണ്ണില്ലല്ലോ, അപ്പൊ അതും നമുക്ക് ഉത്തരായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, VFPCKയുടെ ഫുൾ ഫോം എന്താണ്? VFPCK, അത് അതിലെ ഓപ്ഷനിലേക്കൊക്കെ ഇങ്ങനെ വരുമ്പോ VFPCK ഇങ്ങനെ വരുമ്പോ നമ്മള് ഓപ്ഷനിലേക്ക് പോവാതെ പറഞ്ഞു നോക്കുക. വി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അപ്പൊ എന്താ വരുന്നത്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള എന്ന ഈ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇതിന്റെ ഉത്തരമായിട്ട് വരാം. ഭൂരിഭാഗവും വളരെ ചെറിയ ഡിഫറൻസ് അതിന്റെ എക്സ്പാൻഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇത് പറഞ്ഞു നോക്കുക, എന്നിട്ട് ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. അപ്പോഴാണ് പെട്ടെന്ന് തെറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത്തരം ക്വസ്റ്റ്യൻസ്. ഓക്കെ. നെക്സ്റ്റ് 27ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വിളകളെ വളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹ കൃഷി. ശരിയാണോ എന്നാലോചിക്കുക. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വിളകളെ വളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹ കൃഷി. ശരിയാണ് അല്ലെ? പ്രദേശത്തെ മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്ത് ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃത്യതാ കൃഷി. ശരിയാണോ? ശരിയാണ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ശരിയാണോ ആലോചിക്കുക. ശരിയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. ശരിയാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ വിളകൾ, ഔഷധ സസ്യങ്ങൾ, തേനീച്ച വളർത്തൽ തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ പ്രവർത്തിക്കുന്നത്. ശരിയാണോ? സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? അതെ. അപ്പൊ എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഉൽപാദന ഘടകമായ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മളുടെ എക്കണോമിക്സിന്റെ ഭാഗത്തിലേക്ക് എത്താൻ പോവാണ് കേട്ടോ നമ്മള്. ഉൽപാദന ഘടകമായ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം ലാഭം, പാട്ടം, പലിശ, കുലിയത വരുന്ന പാട്ടമാണ് അല്ലെ. 29ാമത്തെ ചോദ്യം. ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഉൽപാദന ഘടകം ഏതാണ്? ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നത് മൂലധനം, സംഘാടനം, തൊഴിൽ, ഇവയില. ഏതാണ് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നത്? തൊഴിലാണ്. ഓക്കെ. മൂലധനം എന്ന ഉൽപാദന ഘടകത്തിന് ലഭിക്കുന്ന പ്രതിഫലം ഏത്? മൂലധനം. അതായത് ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം. മൂലധനം എന്ന ഉൽപാദന ഘടകത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന് എന്താ പറയാ? പലിശ, ലാഭം, കൂലി, പാട്ടം. എന്താണോ പറയാ? പലിശ എന്നാണ് പറയാ. ക്ലിയർ. ഭൂമിക്ക് ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ആരായിരുന്നു? ഭൂമിക്ക് ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ആരാ? തെയിൽസ്, മഗല്ലൻ, കോപ്പർനിക്കസ്, സർ ഐസക് ന്യൂട്ടൺ. ആരാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഏതാടോ? ആരാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത്? സർ ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ. സർ ഐസക് ന്യൂട്ടൺ ആണ് അങ്ങനെ പറഞ്ഞത്. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കട്ടെ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാണ്? ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശം അല്ലെ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രി. ഓക്കെ. ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണം? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭൂമിയിൽ കാലങ്ങൾ മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം, ഭൂമിയുടെ പരിക്രമണം, സൂര്യൻ കിഴക്കുദിക്കുന്നത്, ഇവയെല്ലാം ഭൂമിയുടെ പരിക്രമണമാണ് എന്ത്? കാലങ്ങൾ മാറി മാറി വരാനുള്ള കാരണം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശരിയാണോ? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശരിയാണല്ലേ? അതുകൊണ്ടല്ലേ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത്.
ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കുന്നത് രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ആണോ? ഭൂമിയിൽ രേഖാംശ രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിലല്ലല്ലോ. അല്ല, 2 രേഖകളും വേണം അല്ലെ. 0 ഡിഗ്രി അക്ഷാംശം മാനക രേഖാംശം എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലല്ലോ, അല്ല. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഭൂമധ്യരേഖയാണ്. ശരിയാണോ? അതെ, ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ. അപ്പൊ 1ഉം 4ഉമാണ് ശരി. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണമായ കസാവ എന്താണ്? പിഗ്മികളുടെ മുഖ്യ ഭക്ഷണമാണ് കസാവ. എന്താണ് ഈ സാധനം? കസാവ എന്ന് പറഞ്ഞാൽ മരച്ചീനി, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ഇലക്കറി. എന്താണത്? മരച്ചീനിയാണ് കേട്ടോ. പിഗ്മികളുടെ എന്താ പറയാ മുഖ്യ ഭക്ഷണമായിട്ടുള്ള കസാവ എന്ന് പറയുന്നത് എന്താണ്? മരച്ചീനിയാണ്. ഓക്കെ. പിഗ്മികളുടെ മുഖ്യ അധിവാസ കേന്ദ്രമായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ സവിശേഷതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വർഷം മുഴുവൻ താഴ്ന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ. വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പിഗ്മികളുടെ മുഖ്യ അധിവാസ കേന്ദ്രമായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ സവിശേഷതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് വരുന്നത് ഉത്തരം? നോക്കാ. 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരി. 2 ശരി, 3 ശരി, 4 ശരി. വർഷം മുഴുവൻ താഴ്ന്ന അന്തരീക്ഷ താപം എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത് അങ്ങോട്ട് പറഞ്ഞു നോക്കുക. ഓപ്ഷനിലേക്ക് പോണതിന്റെ മുന്നേ തന്നെ 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് ഭൂമധ്യരേഖ എന്നല്ല, മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്താണ്? കന്നുകാലി വളർത്തൽ, കൃഷി, മത്സ്യബന്ധനം, വനവിഭവ ശേഖരണം. ഏതാണ്? വനവിഭവ ശേഖരണമാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. താഴെ തന്നിരിക്കുന്നവയിൽ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? കുലാലംപൂർ, സിംഗപ്പൂർ, ബൊഗോട്ട, അഡിസ് അബാബ, നെയ്റോബി. ഏതാണ് വരുന്നത്? ഇതെല്ലാം, അതായത് 1, 2, 3, 4, 5 എല്ലാം എന്ത് തന്നെയാണ്? താഴെ തന്നിരിക്കും മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന നഗരങ്ങളാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസുമായിട്ട് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയോട് കൂടി ഈ ഒരു 6th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആക്കുന്നതാവും. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.